ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പ്രോജക്റ്റ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി. ചെറുതായിട്ട് ഞാൻ ഇതിൻ്റെ വൺ ലൈൻ എന്ന് പറയാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. ഒരു വലിയ ബ്രിഡ്ജിന് നടുവിലൂടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ബ്രിഡ്ജ് മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടാണ്. എതിരെ വരുന്ന ഒന്നും കാണാൻ പോലും കഴിയാത്തൊരവസ്ഥ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു പാലം അത് തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഒന്ന് ആ ഒരു മഞ്ഞിലൂടെ ഒന്നും കാണാൻ കഴിയത്തില്ല. രണ്ടാമത് ഈ ഒരു പാലം തകർന്നു വീഴാൻ പോകുന്നു. ഓക്കെ, ആ ഒരു പാലത്തിന്റെ ഒരു വശം തകർന്നു പോയിട്ടുണ്ട്. മറ്റൊരു വശത്തോടെ പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളത് പോയിസണുള്ള ഗ്യാസാണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. ഓക്കെ, പാലത്തിന് നടുവിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം മനുഷ്യനെ തന്നെ കടിച്ചു കൊല്ലാനായിട്ട് അത്രയും പകയോടെ നിൽക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളും അതിനിടയിലുണ്ട്. ഇതിൽ നിന്നെല്ലാം ആ ഒരു പാലത്തിന് നടുവിൽ പെട്ടുപോയ നമ്മുടെ ഹീറോ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ, ഇവരെല്ലാവരും എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ആദ്യം മുതൽ അവസാനം വരെ ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവി. അതുകൊണ്ട് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. വേറെ ഒന്നുമില്ല, നാട്ടിലെ തീവ്രവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. പല രാജ്യങ്ങളിലും തീവ്രവാദികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി, അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന് പകരം നായ്ക്കളെ ഉപയോഗിക്കുകയാണ്. അതും സാധാരണ നായ്ക്കളെ പല പരീക്ഷണങ്ങളെല്ലാം ചെയ്തിട്ട് അതിനെ വേട്ടനായായിട്ട് മാറ്റി അതിനെ വെച്ച് ഈ ഒരു തീവ്രവാദികളെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതിപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ യുദ്ധസമയത്ത് നായ്ക്കളുടെ മുകളിൽ ബോംബെല്ലാം വെച്ചിട്ട് യുദ്ധത്തിൽ ഇറക്കി വിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അതുപോലെ ആ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും അറിയാതെ വളരെ സീക്രട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ കാണിച്ചു തന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനില് മിനിസ്റ്റർമാരെ, അതേപോലെ തന്നെ സീക്രട്ട് ഏജന്റ്, ഇങ്ങനെ ഒരുപാട് പേര് സീക്രട്ട് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കൊറിയയിലുള്ള കുറച്ച് ആളുകളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ തട്ടിക്കൊണ്ടുപോയി ആ ജനങ്ങളെ വെച്ചിട്ട് തീവ്രവാദികൾ എന്തൊക്കെ നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതും അവരെല്ലാം പിടിച്ചിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് അവർ കുറച്ച് പണം വേണമെന്നുള്ള രീതിയിൽ ഈ ഒരു ഗവൺമെന്റിനോട് തന്നെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ അതിനെപ്പറ്റി എല്ലാവരും സംസാരിക്കുന്ന അതേ സമയം സീക്രട്ട് സർവീസ് ഹെഡിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഹീറോയ്ക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവരോട് ഇങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, ഇത്രയും നാള് ലേറ്റ് ആക്കിയിട്ട് ആ ഒരു തീവ്രവാദികള് ഇപ്പൊ നമ്മളോട് ഈ ഒരു പണം ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളായിരിക്കും. ഒന്നുകിൽ ഇത്രയും ലേറ്റ് ആക്കിയിട്ട് നമ്മൾ അവരെ രക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പണം കൂടുതലായിട്ട് ചോദിക്കാൻ കഴിയും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒന്നുകിൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജനങ്ങളെല്ലാം മരിച്ചുപോയി കാണും. ഒരുപക്ഷെ അങ്ങനെ മരിച്ചവരെ വെച്ചിട്ടായിരിക്കാം അവർ നമ്മളോട് ആ ഒരു പണം ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന ആ ഒരു കാര്യമൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല, അതങ്ങനെ വിട്ടാൽ മതി എന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും അടങ്ങിയിരിക്കുമോ? പകുതി പേര് നല്ലതുപോലെ എതിർക്കുന്നുണ്ട്. ജനങ്ങളെ പിടിച്ചു വെച്ചിട്ട് അവർ പണം ചോദിക്കുമ്പോൾ അവരുടെ ജീവനേക്കാളും വലുതാണ് നമുക്ക് ആ ഒരു പണം. പക്ഷെ നീ പറയുന്നത് വെച്ചിട്ട് അവരുടെ ജീവന് പോലും വിലയില്ലാത്തതുപോലെയാണല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗ് ഇതുപോലെ തന്നെ അവസാനിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹീറോയുടെ ഹെഡ് ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഹീറോയെ മാറ്റി നിർത്തിയിട്ടാണ്, ഹേയ് അത്ര പേരുടെ മുന്നിൽ നീ ഇതുപോലെ ഒരു കാര്യം പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും അത് പറ്റത്തുപോലുമില്ല. നിന്നെപ്പോലെ 2 പേരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിലെ പ്രസിഡന്റ് ആവും എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, അതിനെന്താ സാർ എന്തായാലും കുറച്ച് നാളുകൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രസിഡന്റ് ആവാനായിട്ട് മത്സരിക്കാൻ പോവല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു ഹെഡ് പറയും, ഓക്കെ ശരി, അതൊക്കെ വിട്, നിന്റെ മകള് അബ്രോഡിൽ പഠിക്കാനായിട്ട് ഇന്നല്ലേ പോകുന്നത്, എന്നാ ഈ ഒരു പണം നിന്റെ മകളുടെ ചെലവിന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഇല്ല സാർ വേണ്ടതെല്ലാം പറയുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ആ ഒരു പണമായിട്ട് വീട്ടിലേക്ക് വരും. അതേസമയം ഹീറോയുടെ മകളാണെങ്കിലോ ഈ ബാഗെല്ലാം നല്ലതുപോലെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഹീറോയുടെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ക്യാൻസർ വന്നിട്ട് അവർ മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഹീറോയുടെ മകളെ നോക്കുന്നതെല്ലാം ഹീറോ തന്നെയാണ്. അതുപോലെ അവന്റെ ഭാര്യ മരിക്കുന്നതിന് മുന്നേ അവസാനമായിട്ടും എന്തോ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ അവസാന കോപ്പിയാണെങ്കിലോ ഹീറോയുടെ മകളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി മുതൽ എന്തായാലും ഹീറോയുടെ മകളെ നമുക്ക് സാറാന്ന് വിളിക്കാം, കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സാറേയും കൊണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൾക്ക് എന്തായാലും ഈ ഒരു നാട് വിട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇവർ രണ്ടുപേരും പെട്രോൾ അടിക്കാനായിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തുകയാണ്. അവിടെ വെച്ച് ഒരുത്തൻ ഇവരുടെ വണ്ടിയിലേക്ക് പെട്രോളെല്ലാം അടിച്ചിട്ട് ഇത്ര രൂപയായി എന്നും പറഞ്ഞ് പണം ചോദിക്കാനായിട്ട് വരുന്നതും അത് ഒരു ചെമ്പ് മുടിയൻ. അപ്പോൾ ഹീറോ ആണെങ്കിൽ തന്റെ കാർഡ് എടുത്ത് കൊടുത്തിട്ട് ദാ എടുത്തോന്ന് പറയുന്നതും അവൻ പറയും, ഏയ് ഇവിടെ കാർഡൊന്നും വർക്ക് ആവത്തില്ല, പണം ഉണ്ടെങ്കിൽ അത് തന്നാൽ മതി എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഷടാ ഇവനാരി എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലതുപോലെ നോക്കുമ്പോൾ അവന്റെ പാനിന്റെ സൈഡിലാണെങ്കിൽ കുറെ കീകൾ കിടപ്പുണ്ട്. അതും ഈ ഒരു ടോ ട്രക്ക്, ഇപ്പൊ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയ വണ്ടികളൊക്കെ വലിച്ചെടുത്തോണ്ട് പോവല്ലോ അതുപോലെയുള്ള ട്രക്കാണ്. അതുപോലെയുള്ള ഒരു ട്രക്ക് ഓടിക്കുന്നവന്റെ കയ്യിലായിരിക്കും ഇത്രയും കീ ഉണ്ടാവുന്നത്.
കാരണം അവർ ഏത് വണ്ടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഒരു പക്ഷെ അവിടെ ചെന്നിട്ട് അവർ വണ്ടി സ്റ്റാർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ആ ഒരു കീ ഉപയോഗിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള കീ ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളല്ലാന്നും ഹീറോയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ പെട്ടെന്ന് വന്നിപ്പോ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണല്ലേ, ശരി പമ്പിന്റെ ഓണർ വരുമ്പോഴത്തേക്കും ആ ഒരു പണം നീ തന്നെ കൊടുത്തു, എനിക്ക് തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവൻ പുറകെ വന്നിട്ട് ഏയ് എവിടെ പോകുന്നു, ഞാൻ വെറുതെ പറഞ്ഞാൽ പണം ഇങ്ങനെ തന്നിട്ട് പോടേന്നെല്ലാം പറയുമ്പോൾ ഹീറോ അതൊന്നും കേൾക്കാതെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ രണ്ടുപേരെ കാണിക്കുകയാണ്. ഒരു ഗോൾഫ് പ്ലെയർ ആയിട്ടുള്ള ഒരു പെണ്ണ്, അവളെ എന്തായാലും നമുക്ക് ലൂസി എന്ന് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് അവളുടെ മാനേജർ ആയിട്ടുള്ള ഒരു ലേഡി, അവരെന്തായാലും നമുക്ക് മാനേജർ എന്ന് വിളിക്കാം. അതുമല്ലാതെ ഈ ഒരു മാനേജർ ലേഡിയില്ലേ, അവരാണെങ്കിൽ ഒരു കാര്യവും കറക്റ്റ് ആയിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ലൂസി എപ്പോഴും അവരെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് എപ്പോഴും അവർക്ക് വഴക്ക് കേൾക്കാനായിട്ടേ സമയമുള്ളൂ. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും അവിടേക്ക് വരുന്നത്. അതിൽ ആ ഒരു അമ്മൂമ്മയ്ക്കാണെങ്കിൽ അൽഷിമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മറന്നുപോകും. തന്റെ ഭർത്താവിന് തന്നെ ചില സമയത്ത് മറന്നുപോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂപ്പനാണ് അമ്മൂമ്മയെ നല്ലതുപോലെ നോക്കുന്നത്. അപ്പോൾ ഇപ്പൊ കണ്ട ഈ ഒരു 4 പേരുണ്ടല്ലോ, ഇവർ 4 പേരും എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ആ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു ബസ്സിൽ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നു. നമ്മുടെ മാനേജറും ലൂസിയും അവർ രണ്ടുപേരും അവരുടെ കാറിലും ആ ഒരു എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇപ്പോൾ ഒരേ റൂട്ടിലാണ് പോകുന്നത്. നമ്മുടെ ഹീറോ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് ഈ അന്തരീക്ഷം മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. ഇവരാണെങ്കിൽ ഒരു പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല ഏത് രീതിയിലാണ് അന്തരീക്ഷം മാറിയെന്ന് വെച്ചാൽ മൊത്തമായിട്ട് മഞ്ഞുകൊണ്ട് അങ്ങ് മൂടുകയാണ്. അതുകൊണ്ട് മുന്നിലുള്ള ഒരു കാര്യങ്ങൾ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ മാനേജർ ആണെങ്കിലും ഒരു വിധത്തിൽ കണ്ണു തുറന്നെല്ലാം നോക്കിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് ഇതിനിടയിൽ ഒരു ഭ്രാന്തൻ അവന്റെ കാറും എടുത്തിട്ട് ഇതിനിടയിൽ നല്ല സ്പീഡിന് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഒന്നാണെങ്കിൽ കണ്ണ് കാണാൻ പോലും കഴിയത്തില്ല. ഏതെങ്കിലും വണ്ടിയിൽ കൊണ്ടിടിച്ചാൽ അത്രയേ ഉള്ളൂ. അതുമല്ലാതെ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ ചെയ്യുന്ന ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലുള്ളൊരു കിറുക്കൻ. അതേസമയം നമ്മുടെ ഹീറോയും സാറയും അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ അടുത്തായിട്ട് ഒരു വലിയ ട്രക്ക് അങ്ങനെ പോവാണ്. അപ്പോൾ സാറയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ട്രക്കിനടുത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു ട്രക്കിന്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവഴി എന്തോ ഒരു മൃഗത്തിന്റെ കണ്ണിങ്ങനെ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതെന്തായാലും ഒരു നായാണ്. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും ആ ഒരു ട്രക്ക് ഇവരെ കഴിഞ്ഞങ്ങ് പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ആ ഒരു ട്രക്കിന്റെ പുറകിൽ ഒരു ഡോക്ടറും തന്റെ കാറിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു ഭ്രാന്തനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കാറിൽ നല്ല വേഗതയിൽ പോയിട്ട് ഈ ഒരു ട്രക്ക് കഴിഞ്ഞ് മുന്നിലേക്ക് പോവാണ്. ഓവർ കോൺഫിഡൻസ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് അപകടത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഈ ഒരു വട്ട് പിടിച്ചവനും കാർ ഒരുപാട് നേരം ഓടിച്ചോടിച്ച അവസാനം അവന്റെ നിയന്ത്രണം വിട്ട് അങ്ങനെ നാട് റോഡിലേക്ക് കൊണ്ടങ്ങ് നിർത്തുന്നതും. ആൾറെഡി ഇവിടെ മഞ്ഞാണ്, മുന്നിലുള്ളതൊന്നും കാണാൻ കഴിയത്തില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പുറകിൽ വരുന്ന ഒരു കാർ കൊണ്ടുവന്ന് ഇവന്റെ വണ്ടിയിലേക്ക് ഒരു ഒറ്റയിടി. അത് കഴിഞ്ഞ് പിന്നെ പറയണോ, പുറകിൽ വരുന്ന ഓരോ കാറുകളായിട്ട് അടുത്തടുത്ത കാറുകളിലേക്ക് ഇടിച്ചിടിച്ചിങ്ങനെ നിൽക്കാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇടിച്ചിടിച്ച് ഒരു കിറുക്ക് പിടിച്ചവൻ കാരണം ഇപ്പോൾ എത്ര വലിയ ആക്സിഡന്റ് ആണ് സംഭവിക്കുന്നതെന്ന് അറിയോ. അങ്ങനെ എല്ലാ കാറും ആക്സിഡന്റ് ആയിട്ട് ഈ ഒരു പാലത്തിന് നടുവിലായിട്ട് നിൽക്കുന്ന അതേ സമയം ഇതിന് പുറകെ ഒരു വലിയ ടാങ്കറും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം വെറുതെ ഇരിക്കുമോ, നേരെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് ആ ഒരു ടാങ്കറും അവിടെ മറിഞ്ഞു വീഴാണ്. ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ, ആ മറിഞ്ഞു വീണ ടാങ്കറിനുള്ളിൽ പോയിസൺ അടങ്ങിയ ഗ്യാസ് ആണ്. അതുമെല്ലാം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അതേസമയം ഇവിടെ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നമ്മുടെ ചെമ്പ് മുടിയനുണ്ടല്ലോ, മുടിയനെ പിടിച്ചു വെച്ച് ആ ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ ഓണർ നല്ലതുപോലെ വഴക്ക് പറയാണ്. നിന്നോട് ആരാടാ പറഞ്ഞത് അവർക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാനായിട്ട്? എന്ത് ചെയ്തെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ പണം എന്തായാലും എനിക്ക് കിട്ടണം എന്നെല്ലാം പറഞ്ഞ് അവനെ വരട്ടുമ്പോൾ അവനാണെങ്കിലും ശരി നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്, എന്നെ പറ്റിച്ചിട്ട് പോയതിൻ്റെ കയ്യിൽ നിന്നും പണവും വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഒരു ട്രക്ക് എടുത്തിട്ട് അവൻ വളർത്തുന്ന ഒരു നായുണ്ട്, അതിനെയും കൊണ്ട് ഈ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അവനിങ്ങനെ പോവാണ്. അതേസമയം നമ്മുടെ ഹീറോയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മുന്നിൽ കാണാൻ കഴിയാത്ത രീതിയിൽ മഞ്ഞായതുകൊണ്ടും കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ആക്സിഡന്റ് കണ്ടതുകൊണ്ട് ഹീറോയുടെ അടുത്തേക്ക് വണ്ടി ചവിട്ടി അങ്ങ് നിർത്താണ്. അതേസമയം മുന്നിൽ പോകുന്ന ഡോക്ടർ ആണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ സമയത്ത് റോഡിൽ എന്തോ ഒരു ചങ്ങല ഉണ്ടായിരുന്നു, അതിലേക്ക് കാർ കയറി അത് പെട്ടെന്ന് തല കീഴായിട്ട് മറിഞ്ഞങ്ങ് വീഴാണ്. അതുപോലെ ഡോക്ടറിന് മുന്നിലാണെങ്കിൽ മറ്റൊരു ട്രക്ക് പോയിട്ടുണ്ടല്ലോ, ആ ഒരു ട്രക്കിലിരിക്കുന്നത് ഒരു മിലിറ്ററി ഓഫീസറാണ്. അതുമല്ല മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ടും വണ്ടി അവിടേക്ക് നിർത്തിയിട്ട് പെട്ടെന്ന് ആ ഒരു ട്രക്കിന് പുറകിലേക്ക് വന്ന് അതിന്റെ പുറകിലുള്ള ഒരു ജനാല വഴി ഉള്ളിലേക്ക് തന്നെ നോക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയുടെ മുന്നിലായിട്ടാണ് ആ ഒരു ഡോക്ടറിന്റെ വണ്ടി മറിഞ്ഞടക്കുന്നത്. അപ്പോൾ സാറാണെങ്കിലും പറയും പോച്ച അവരെ സഹായിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ആണെങ്കിലും ശരി നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഹീറോ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടറിന്റെ കൂടെ 2 മിലിറ്ററി ഓഫീസർമാരുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നിട്ട് ഇവരുടെ മുന്നിലൊരു ട്രക്ക് പോയല്ലോ, ആ ഒരു ട്രക്ക് ഓടിച്ച ഓഫീസറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാളൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും നേരെ ആ ഒരു ട്രക്കിനടുത്തേക്ക് ചെന്ന് നോക്കുന്നതും ആഹാ ആ ഒരു ട്രക്ക് ഇപ്പോൾ തുറന്നു കിടക്കാണ്. അതുമല്ല ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ അയാളാണെങ്കിൽ അതിനകത്ത് മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ആ ഒരു 2 ഓഫീസർമാർക്കും ആ ഒരു കാര്യം അറിയാം. അതുകൊണ്ടാവും പെട്ടെന്ന് മറ്റൊരാളോട് പറയും ശരി
ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യം ഒരു കാരണവശാലും ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് പോകാൻ പാടില്ല. എല്ലാവരുടെ ഫോൺ സിഗ്നലും ജാം ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുന്നതും അത് കേട്ട മറ്റവനാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു സിഗ്നലെല്ലാം ജാം ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ പരിക്ക് പറ്റിയ നമ്മുടെ ഡോക്ടറിനെ വിളിച്ചിട്ട് ഹീറോയുടെ കാറിലേക്ക് കൊണ്ടിരുത്തുകയാണ്. അതുമല്ല ഇറങ്ങുമ്പോൾ തന്നെ ഹീറോ തന്റെ ഹെഡിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുമല്ല ഇപ്പോൾ സിഗ്നൽ ജാം ആക്കിയതുകൊണ്ട് ഹീറോയ്ക്ക് അയാളെ വിളിക്കാനും കഴിയുന്നില്ല. ഹീറോയുടെ മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും സിഗ്നലും കട്ടായിട്ടുണ്ട്. അങ്ങനെ ഹീറോ നേരെ കാറിനടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അടുത്തൊരു കാര്യം വേറെ ഒന്നല്ല, കാറിലിരിക്കാൻ പറഞ്ഞ തന്റെ മകള് സാറുണ്ടല്ലോ, അവളെ ഇപ്പോൾ കാറിൽ കാണാനില്ല. ഷെടാ, ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരി, എന്തായാലും അവൾ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും ഇറങ്ങി പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ സാറ കുറച്ച് ദൂരെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ നേരെ കുറച്ച് മുന്നിലായിട്ട് ഒരു നായയെ അങ്ങനെ നിൽക്കുന്നു. അത് സാധാരണ രീതിയിൽ നിൽക്കുകയല്ല, തലയാണെങ്കിൽ അടുത്തുള്ള കമ്പിയിൽ നല്ലതുപോലെ ഇടിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എന്തായാലും ആർക്കായാലും പാവം തോന്നി എന്തെങ്കിലും പറ്റിയില്ലേ നല്ല അറിയാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് ചെന്ന് നോക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സാറയും ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ പതിയെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനെ കാണിക്കുമ്പോൾ അതൊരു സാധാരണ നായയല്ല. അതിന്റെ മുഖമെല്ലാം വല്ലാത്ത രീതിയിൽ എന്നിട്ട് കണ്ണെല്ലാം കാണുമ്പോൾ തന്നെ പേടിയാവും. അതുപോലെ അതിന്റെ ബെൽറ്റിലാണെങ്കിൽ E9 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു അതായിരിക്കും അതിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ അതിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ ഇവിടേക്ക് ഓടി വരുന്നതും സാറയെ കാണുന്നുണ്ട്. ആ സമയം തന്നെ ആ ഒരു നായാണെങ്കിൽ അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ ആ ഒരു ഡോക്ടറിനെ കാണിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് ആ 2 ഓഫീസർമാർ വന്നിട്ട് സാർ, നമ്മൾ കൊണ്ടുവരുന്ന ആ ട്രക്കിലുള്ള എല്ലാ നായ്ക്കളും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ ഡോക്ടർ പെട്ടെന്ന് അതെല്ലാം രക്ഷപ്പെട്ടോ? ഓക്കെ, ശരി ശരി, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്ക്. നായ്ക്കളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഹെലികോപ്റ്റർ ഇവിടേക്ക് കൊണ്ടുവരാൻ പറയും. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അതേസമയം നമ്മുടെ ഹീറോയെ നേരെ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം കേൾക്കുന്നത് ഹീറോ പെട്ടെന്ന് എന്തോ വലിയ കാര്യമാണെന്ന് തോന്നല്ലോ, ഹെലികോപ്റ്റർ വരാനെല്ലാം പറയുന്നു. എന്താ അവിടെ നടക്കുന്നതെന്നല്ല ചോദിക്കുമ്പോൾ സാർ, ഇത് നോക്ക്, ഇവിടെ നടക്കുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷനാണ്, വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് വെറുതെ ചോദ്യം ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കൈ പിടിച്ച് ആ കാറിനുള്ളിൽ വെച്ച് തന്നെ ലോക്ക് ചെയ്യാണ്. അതേസമയം തന്നെ ഇവിടെ പുറകിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മുടിയനുണ്ടല്ലോ, അവനിപ്പോൾ ഹീറോ അന്വേഷിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. അതേസമയം കാറിലിരിക്കുന്ന നമ്മുടെ ഡോക്ടറിന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അത് തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ട്രക്കിലുണ്ടായിരുന്ന എല്ലാ നായ്ക്കളുടെയും പ്രൊഫൈലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു നായ്ക്കളെല്ലാം ഈ ഒരു ഡോക്ടറിനെ ഇതിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നിട്ട് ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ശരി ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് അതിലെന്തോ ചെയ്ത് ആ ഒരു ട്രക്കിനടുത്ത് നിന്ന മിലിറ്ററി മാൻ ഉണ്ടല്ലോ അയാളോട് പറയും, ശരി നീ സ്റ്റാർട്ട് ചെയ്തോന്ന് പറയുന്നതും ആ മിലിറ്ററി മാന്റെ കയ്യിൽ ഒരു വോയിസ് റെക്കോർഡർ ഉണ്ട്. അത് വെച്ചിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു. സംസാരിക്കുന്ന അതേ സമയം ഈ ഒരു ശബ്ദം കേൾക്കുന്ന ആ നായ്ക്കളുണ്ടല്ലോ ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ പലയിടങ്ങളിലായിട്ട് ചുറ്റി നടന്നതാണ്. ഈ ഒരു ശബ്ദം കേൾക്കുന്നതും നായ്ക്കളെല്ലാം കൂടി ഇപ്പോൾ എന്തോ ആ ഒരു ശബ്ദത്തെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാ നായ്ക്കളും നല്ല വേഗതയിൽ ഓടിയിട്ട് ആ ഒരു ട്രക്കിനടുത്തേക്ക് വരാണ്. ട്രക്കിനടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മിലിറ്ററി മാൻ ആണെങ്കിൽ ഒരു വിധത്തിൽ അതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് അവസാനം അതിനെല്ലാം ട്രക്കിനകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് വഴിയിൽ നായ്ക്കൾക്കെല്ലാം ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നല്ലോ, അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം വളരെ കൊടൂരായിട്ട് നിന്നിരുന്ന ആ ഒരു നായ്ക്കളെല്ലാം ഇപ്പോൾ സാധാരണ രീതിയിൽ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ സാറ കണ്ട E9 എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായ ഉണ്ടല്ലോ, അത് മാത്രം ഈ ഡോക്ടറിന്റെ കൺട്രോളിൽ എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഡോക്ടർ പറയുന്ന ഒരു കാര്യവും അത് കേൾക്കുന്നില്ല. കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു നായ ഉണ്ടല്ലോ അതിപ്പോ ഒരു കാറിന് മുകളിൽ കയറിയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കി നിൽക്കാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഡോക്ടറിന് മനസ്സിലാവുന്നുണ്ട്. കാരണം E9 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിപ്പ് മാത്രം എല്ലാ ഡോഗുകളുടെയും ദേഹത്ത് ഓരോ ചിപ്പുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ E9 മാത്രം അനങ്ങാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നു. ഇതെന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഡോക്ടർ അങ്ങനെ നിൽക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബ്രിഡ്ജിന് മുകളിലായിട്ട് ഒരു ഹെലികോപ്റ്റർ വന്നു. എന്നിട്ട് ബാക്കിയുള്ള നായ്ക്കളെല്ലാം ഒരു ട്രക്കിനകത്തേക്ക് കയറ്റിയേക്കല്ലേ. എന്നിട്ട് പതിയെ ആ ഒരു ട്രക്ക് ഈ ഹെലികോപ്റ്റർ തൂക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതും അവിടെയാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. E9 എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായ ഉണ്ടല്ലോ അതാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നായാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്നറിയോ, നമ്മുടെ സാറ അതിനെ കാണുന്ന സമയത്ത് അത് തല കൊണ്ട് ആ ഒരു കമ്പിൽ ഇടിക്കുമായിരുന്നല്ലോ. സത്യത്തില് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ചിപ്പ് അതിന്റെ തലയിലാണ് വെച്ചിട്ടുള്ളത്. അത് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നായ അതുപോലെ തല കൊണ്ട് ഇടിച്ചതും ആ ഒരു ചിപ്പ് അങ്ങനെ കളഞ്ഞതും. എന്നിട്ട് ഇപ്പൊ ആ ഒരു നായ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, അങ്ങനെ ഓടി വന്ന ആ ഒരു ട്രക്കിന് മുകളിലേക്ക് ചാടിക്കയറി അവിടെ നിന്നും ആ ഒരു ഹെലികോപ്റ്ററിനുള്ളിലേക്ക് ചാടിക്കയറി അതിനകത്തുള്ള എല്ലാവരെയും കടിച്ചങ്ങ് കൊല്ലാണ്. എന്നിട്ട് ആ ഒരു നായ പെട്ടെന്ന് താഴേക്ക് ചാടുന്നതും ആ ഒരു റോപ്പ് ഉണ്ടല്ലോ അത് കട്ടായിട്ട് നായ്ക്കളുള്ള ആ ഒരു ട്രക്കും താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പോ ഹെലികോപ്റ്ററിനകത്തിരിക്കുന്ന ആൾക്കാണെങ്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രിക്കാൻ കഴിയാതെ അതിന്റെ നിയന്ത്രണം വിട്ട് നേരെ ആ ഒരു പാലത്തിന് മുകളിലേക്ക് ഇങ്ങനെ വീഴാണ്. അതുമല്ല വീഴുന്ന സമയത്ത് ഈ പാലത്തിനെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ അതില് ഈ ഒരു ഫാൻ തട്ടിയിട്ട് ഭയങ്കര ശബ്ദത്തിൽ ആ ഒരു ബ്രിഡ്ജിലേക്ക് ഇടിച്ചിറങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ ഒരു നായ്ക്കളുണ്ടല്ലോ അത് പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ടിട്ട് അതിന്റെ കൺട്രോൾ എല്ലാം പോയി വീണ്ടും പഴയ അവസ്ഥയിലാവുകയാണ്. നമ്മുടെ ഡോക്ടറിന്റെ ലാപ്ടോപ്പിൽ കാണിക്കുമ്പോൾ ഈ നായ്ക്കളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യം അത് ഇററും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ശബ്ദം വെച്ചിട്ടാണ് ആ ഒരു നായ്ക്കളെല്ലാം ഈ രീതിയിൽ മാറുന്നത്. അതുമല്ല നേരത്തെ നമ്മുടെ ഡോക്ടർ നായ്ക്കൾക്കെല്ലാം ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നു. ആ ഒരു മിലിറ്ററി മാൻ ഉണ്ടല്ലോ അയാളുടെ ശബ്ദത്തെയാണ് ആ ടാർഗറ്റ് ആയിട്ട് കൊടുത്തിരുന്നത്.
പക്ഷെ ഇത്തവണ ലാപ്ടോപ്പിൽ എറർ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നായ്ക്കൾക്ക് ഇപ്പോൾ ടാർഗറ്റ് ഇല്ല. അതുകൊണ്ട് അവിടെയുള്ള ഈ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന എല്ലാ ആളുകളെയും നല്ലതുപോലെ കടിക്കാൻ തുടങ്ങാണ്. ഒരാളെ പോലും വിട്ടുവെക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ആ ഒരു E9 എന്ന് പറഞ്ഞ നായ ഉണ്ടല്ലോ, അതാണെങ്കിൽ നമ്മുടെ ഡോക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മിലിറ്ററി മാൻ അവനെ കൊല്ലായിട്ട് അവന്റെ കഴുത്തെല്ലാം കടിച്ചിട്ട് ഇപ്പൊ ആരോടെങ്കിലും ഒരു പ്രതികാരം ചെയ്യുമ്പോഴത്തേക്കും അവർ നോക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു നായ അയാളുടെ അടുത്തേക്ക് ചെന്ന് അവനെ അങ്ങ് കൊല്ലാണ്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഹീറോ, ഡോക്ടർ, അതേപോലെ തന്നെ സാറ, ഇവർ മൂന്നൊരു കാർ എടുത്തിട്ട് രക്ഷപ്പെട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മുടിയനുണ്ടല്ലോ അവൻ വളർത്തുന്ന ആ ഒരു നായനെ പിടിച്ചിട്ട് പേടിച്ച് അവിടെ അടുത്ത് നിൽക്കുന്നത് കാണുന്നതും സാറ പറയുന്നുണ്ട്, അച്ഛാ അവനെ കൂടി നമുക്ക് കാറിൽ കയറ്റാന്ന് പറയുമ്പോൾ ഹീറോ പറയാം, അതൊന്നും നടക്കത്തില്ല, നമ്മൾ തന്നെ രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശരി, എന്തായാലും നീ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് കാർ നിർത്താന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് കാർ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതും നമ്മുടെ മുടിയൻ അത് കണ്ടിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് കാറ് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി വരുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിക്കി അങ്ങനെ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ഇവനാണെങ്കിലും നല്ല വേഗതയിൽ ഓടി ഡിക്കിയിലേക്ക് കയറാനായിട്ട് വരുന്ന സമയത്ത് അവന്റെ പുറകെ തന്നെ മറ്റൊരു നായ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ പറയും, ദേ നോക്ക് സാറാ, ഒരുത്തിനെ രക്ഷിക്കാന്ന് പറഞ്ഞപ്പോൾ അവനിപ്പോൾ മറ്റൊരു അപകടമായിട്ട് നമ്മുടെ പുറകെ വരികയാണ്. ഏതെല്ലാം പറയുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ നമ്മുടെ മുടിയൻ ചാടി ആ ഒരു വണ്ടിക്കകത്തേക്ക് കയറുന്നതും ആ ഒരു നായ എന്തായാലും അവനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവരാണെങ്കിൽ കാർ എടുത്തിട്ട് രക്ഷപ്പെട്ട് പോകാന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും എവിടേക്ക് പോകാനാണ് കാണിക്കുമ്പോൾ ആ ഒരു ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് ആ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ കുറച്ച് ഭാഗം താഴേക്ക് വന്ന് വീണിട്ട് അതങ്ങനെ കത്തിപ്പിടിച്ച് ഇപ്പൊ അപ്പുറത്തെ വശത്തേക്ക് അവർക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അതേസമയം തന്നെ ഹീറോയുടെ കാറിന്റെ പുറകെ ഒരു ബസ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ആ ഒരു അപ്പൂനും അമ്മൂമ്മയും അതേപോലെ തന്നെ മാനേജർ ലേഡി ലൂസി എന്ന് പറഞ്ഞ ഒരു പെണ്ണ്, ഇവരെല്ലാവരും ഒളിച്ചിരിക്കുന്നത്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ രക്ഷപ്പെട്ട് കാറിലേക്ക് കയറുന്നതിന് മുന്നേ ഈ ഒരു മിലിറ്ററി മാൻ യൂസ് ചെയ്യുന്ന ഒരു റേഡിയോ ഉണ്ടല്ലോ, അതും എടുത്തിട്ടാണ് കാറിനകത്തേക്ക് കയറിയിട്ടുള്ളത്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മുടെ ഹീറോ അവന്റെ ഹെഡിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടാണ് അടുത്തിരിക്കുന്ന ആ ഒരു ഡോക്ടറിനോട് ചോദിക്കും, അല്ല കുറെ നേരമായിട്ട് മിണ്ടായിരിക്കുന്നല്ലോ, നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ് നടന്നതെന്ന്, ഇപ്പോൾ നിങ്ങൾ കാരണം എന്തുമാത്രം അപകടമാണ് സംഭവിച്ചെന്നറിയോ, എന്താ സത്യത്തിൽ സംഭവിച്ചത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത ആ ഒരു സീക്രട്ട് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നായ്ക്കളെ പറ്റിയുള്ള ആ ഒരു സീക്രട്ട് ഉണ്ടല്ലോ അതിപ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയുടെ ഹെഡ് ഉണ്ടല്ലോ, അയാളും അയാളുടെ ആളുകൾ വഴി ഈ ഒരു നായയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുകയും ചെയ്യുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റാർട്ടിങ് സീനിൽ ഈ നായ്ക്കളെ തീവ്രവാദികൾക്കെതിരായിട്ട് പറഞ്ഞു വിടാൻ വേണ്ടി ഒരുപാട് റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ട്രെയിനിങ് എല്ലാം കൊടുത്തിരുന്നല്ലോ, ആ ഒരു നായ്ക്കളാണ് ഇതെല്ലാം. അപ്പൊ ഈ ഒരു റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ ഈ ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഒരു പ്രോജക്റ്റിന്റെ പേരാണ് പ്രോജക്റ്റ് സൈലൻസ്. അതുപോലെ ഈ ഒരു നായ്ക്കളാണെങ്കിൽ വേട്ട നായ്ക്കളായിട്ട് മാറുന്നത് ശബ്ദം വെച്ചിട്ടാണ്. അതുമല്ല ഇപ്പൊ എന്തോ എറർ സംഭവിച്ചത് കൊണ്ടാണ് ആ നായ്ക്കളെല്ലാം ഇപ്പൊ രക്ഷപ്പെട്ട് പോയതും. അപ്പോൾ ഇതുപോലെ ആ ഒരു റിസർച്ച് സെന്ററിലും ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെയിലായ നായ്ക്കളെയാണ് ഇവരിപ്പോ ഈ ഒരു ട്രക്കിൽ കൊണ്ടുവന്നത്. അതും ഈ ഒരു നായ്ക്കളെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് ഫെയിലായതുകൊണ്ട് ഇനി ഇപ്പൊ എന്തായാലും ഇതിനെ വെച്ചിട്ട് ഒരു ഉപയോഗമില്ല, അതുകൊണ്ട് എല്ലാം അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു ട്രക്കിൽ അതിനെ കൊണ്ടുപോയതും. അതേസമയം തന്നെ നമ്മുടെ ഹീറോ ഹെഡിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരവസരത്തിൽ ലൈൻ കിട്ടുന്നതും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യം ഹെഡിനോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഹെഡിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുമല്ല ഈ ബ്രിഡ്ജിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാമറ വഴി നമ്മുടെ ഹെഡും ഓഫീസിൽ നിന്നിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത ഒരു പ്രശ്നം വേറെ ഒന്നുമല്ല, ആ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ആ ഒരു പോയിസൺ നിറഞ്ഞ ഗ്യാസ് ഉള്ളത്. ആ ഒരു ടാങ്കർ കിടക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ടാങ്കർ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ആ ഒരു ഭാഗം മുഴുവനായിട്ടും ആ ഒരു വിഷവായു മൊത്തമായിട്ടും പടരുകയാണ്. അതേസമയം തന്നെ കൂടുതൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പുറകിലുള്ള ആ ഒരു ബസ് ഡ്രൈവർ പെട്ടെന്ന് ഹോൺ അടിക്കുന്നതും ഹീറോ അത് മനസ്സിലാക്കി അവരെ വിളിക്കുകയാണെന്ന്. അതുകൊണ്ട് നമ്മുടെ ഹീറോ, സാറ, ആ ഒരു ഡോക്ടർ, പിന്നെ നമ്മുടെ മുടിയൻ, ഇവർ 4 പേരും ആ ഒരു ഗ്യാസ് ശ്വസിക്കാതെ മൂക്ക് മൂടിയിട്ട് ഓടി ആ ഒരു ബസ്സിനകത്തേക്ക് കയറുന്നു. അതുപോലെ ആ ഒരു ഗ്യാസിനോടൊപ്പം തന്നെ തീ നല്ലതുപോലെ പടരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ബസ് റിവേഴ്സിലെടുത്ത് ഒരു വിധത്തിൽ ഇവരിപ്പോൾ അങ്ങനെ രക്ഷപ്പെടാണ്. അതുമല്ല ഇപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ എല്ലാവരെയും നോക്കേണ്ട ആ ഒരു ചുമതലയുള്ളത് നമ്മുടെ ഹീറോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അവരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. പക്ഷേ ആ ഒരു നായ്ക്കളെല്ലാം ഇതുപോലെ ഒരു പ്രോജക്റ്റ് നടത്തി അതിൽ ഫെയിൽ ആയിട്ടുള്ള നായ്ക്കളാണെന്ന് ഒരിക്കലും പറയത്തില്ല, കാരണം അത് സീക്രട്ട് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലതുപോലെ പേടിക്കും. അതുകൊണ്ട് ആ ഒരു നായ്ക്കൾക്കെല്ലാം എന്തോ ഒരു വൈറസ് ബാധിച്ചത് കൊണ്ടാണ് അതെല്ലാം ഇങ്ങനെ ആയത് എന്നുള്ള രീതിയിൽ അവരോട് പറയുന്നതും. ആ ബസ്സിനകത്ത് തന്നെ നമ്മുടെ മുടിയനുണ്ടായിരുന്നു. അവനാണെങ്കിൽ കാറിനകത്ത് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ കിടന്ന് കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഹീറോയെ നോക്കിയിട്ട് ഇത് ഞാൻ വല്ലോ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ അവൻ അങ്ങനെ ഹീറോയെ നോക്കുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ പതിയെ ബസ്സിന്റെ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യം ഇവിടെയുള്ള ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നിന്നതേ തൂക്കിയെടുത്ത് ആ ഒരു നായ്ക്കൾ കിട്ടുകൊടുക്കും, അതുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടരുതെന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി ഇവിടേക്ക് ഉടനെ തന്നെ റെസ്ക്യൂ ടീം വരുമെന്നെല്ലാം ബസ്സിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് അവരെ സമാധാനപ്പെടുത്താണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ വീണ്ടും ഹെഡിനെ കോൺടാക്ട് ചെയ്തിട്ട് ഓക്കെ റെസ്ക്യൂ ടീമിനെ ഇവിടേക്ക് പറഞ്ഞു വിടും പെട്ടെന്ന് തന്നെ. അതുമല്ല അവരിവിടേക്ക് വരുമ്പോഴത്തേക്കും വെളിയിലുള്ള നായ്ക്കളെല്ലാം കൊന്നെന്നും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളെല്ലാവരെയും വെളിയിലേക്ക് ഇറക്കാവൂ, കാരണം അതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു റെസ്ക്യൂ ടീം ഇവിടേക്ക് വരുന്നു. അവരെല്ലാവരും താഴേക്ക് ഇറങ്ങിയിട്ട്
ആ ബ്രിഡ്ജിലൂടെ നടന്ന് നമ്മുടെ ഹീറോ ഉള്ള ബസ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് വരുന്ന വഴിക്ക് തന്നെ ഈ ഒരു നായ്ക്കളെയൊന്നും അവിടെ എവിടെയും കാണാനില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, നായ്ക്കളെല്ലാം എവിടേക്കെങ്കിലും ഓടിപ്പോയി കാണും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ബസ് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നടന്നിങ്ങനെ വരികയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ നയൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായ ഉണ്ടല്ലോ അതങ്ങനെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരിടത്ത് കയറി നിന്ന് ശബ്ദം ഉണ്ടാക്കാതെ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു റെസ്ക്യൂ ടീം അത് കാണുന്നതുമില്ല. അങ്ങനെ റെസ്ക്യൂ ടീം നേരെ ബസ്സിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരോട് ഇറങ്ങാനായിട്ട് പറയുമ്പോൾ ഹീറോ 2 തവണ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. കുഴപ്പമൊന്നുമില്ല എന്ന് അറിയുമ്പോഴത്തേക്കാണ് ബാക്കി എല്ലാവരെയും പുറത്തേക്ക് ഇറക്കുന്നത്. അതുമല്ല, എല്ലാവരും ഇറങ്ങിയതിനു ശേഷം ആ ഒരു ഡോക്ടർ മാത്രം ഇല്ലല്ല ഞാൻ മാത്രം വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഹീറോ അങ്ങനെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. വെളിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇതുപോലെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, അത് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഉണ്ടായത്, ഒരുപാട് പേര് മരിച്ചു, അതെല്ലാം വെളിയിൽ അറിയിക്കണം, അതിന് ആകെയുള്ള ഒരു വിക്നസ് നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറിനെ വിളിച്ച് നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ബ്രിഡ്ജിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു പോകണം. കാരണം ഒരു ഭാഗത്ത് ആ ഒരു പോയിസൺ ഗ്യാസ് ഉണ്ടല്ലോ അതുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നതും. അങ്ങനെ എല്ലാവരും നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ചു നേരത്തേക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം സേഫ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് കുറെ ദൂരെയായിട്ട് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന കാറുകളുണ്ടല്ലോ ആ കാറുകളെല്ലാം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാണ്. വേറെ ഒന്നുമല്ല, ഈ കാറിനടുത്തൂടെ ആരെങ്കിലും പോകുമ്പോഴത്തേക്കാണല്ലോ ഈ അലാറ ശബ്ദം അടിക്കുന്നത്. അതുപോലെ നായ്ക്കളെല്ലാം ഓടി വരുന്നത് കൊണ്ടാണ് ഈ കാറുകളെല്ലാം ശബ്ദം ഉണ്ടാക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും എല്ലാ നായ്ക്കളും ആ ഒരു കാറിന് മുകളിലൂടെ ചാടിയെല്ലാം വന്നിട്ട് ആ റെസ്ക്യൂ ടീമിലുള്ള തോക്ക് വെച്ചേക്കുന്ന അവരെയാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. അവരാണെങ്കിൽ ആ ഒരു വെപ്രാളത്തിൽ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരു ബുള്ളറ്റ് നമ്മുടെ മാനേജർ ലേഡി ഉണ്ടല്ലോ അവരുടെ കാലിലേക്ക് കൊള്ളുന്നു. അതേപോലെ തന്നെ അൽഷിമേഴ്സ് ഉള്ള ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ അവരെ നായ ഒന്ന് കടിക്കാണ്. ഇപ്പൊ എല്ലാവരും ബസ്സിലിരുന്നാൽ മതിയായിരുന്നു, ഇപ്പൊ നോക്ക് എല്ലാവരും ആ ഒരു നായ ഇങ്ങനെ കടിക്കാണ്. അതേസമയം നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് സാറയെ വിളിച്ചിട്ട് ഈ ബസ്സിന്റെ സൈഡിൽ ലഗേജ് വെക്കാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് തുറന്ന് അവളെ അതിനകത്തേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് ഹീറോ അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ഹീറോയുടെ കയ്യിലിരുന്ന ആ ഒരു വയർലെസ് ഫോൺ ഉണ്ടല്ലോ അത് ഹീറോയുടെ കയ്യിൽ നിന്ന് താഴെ വീണുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഹീറോ പറയും ശരി മോളെ നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാനത് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഹീറോ നേരെ വെളിയിലേക്ക് വന്ന് ആ ഒരു റേഡിയോ അങ്ങനെ എടുക്കുകയാണ്. അതുമല്ല ഹീറോയുടെ ഭാര്യ എഴുതിയ ആ ഒരു ബുക്കുണ്ട് സാറയ്ക്ക് അത്രയും പ്രിയപ്പെട്ടത്, ആ ഒരു ബുക്കും എടുത്തിട്ടാണ് പോകുന്നത്. അതുമല്ല ഇവരെ രക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരാളുണ്ടല്ലോ അയാളുടെ കയ്യിൽ നിന്ന് ഒരു തോക്ക് അതേപോലെ തന്നെ ഒരു ഫ്ലെയർ ഗൺ ഇതെല്ലാം എടുത്തിട്ട് ഹീറോ അങ്ങനെ നിൽക്കുന്നതും കുറച്ച് ദൂരെയായിട്ട് എന്തോ അനങ്ങുന്നത് പോലെ. അതെന്താണെന്ന് ഹീറോ അങ്ങനെ നോക്കി നിൽക്കുന്ന അതേസമയം സാറയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ അവളുടെ അമ്മയുടെ അവസാന ദിവസത്തെ ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പോഴേക്കാണ് അടുത്തുനിന്നൊരു ശബ്ദം, അവസാന നിമിഷം മരിക്കാൻ പോകുമ്പോഴെങ്കിലും സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ലല്ലേ. അങ്ങനെ സാറ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പതിങ്ങി തവള ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു നമ്മുടെ ഡോക്ടർ. ഷെടാ ഇവനെപ്പോൾ ഇതിനകത്ത് കയറി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡോക്ടർക്കാണെങ്കിൽ ഈ ശല്യം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ബസ്സിന്റെ അകത്തേക്ക് കയറേണ്ട ഒരു ഭാഗമുണ്ട് അതും തുറന്ന് ആ ഒരു ഡോക്ടർ നേരെ അകത്തേക്ക് കയറി പോകുന്നു. അതുവഴി തന്നെ നമ്മുടെ സാറയും നേരെ മുകളിലേക്ക് പോകും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ എന്തോ അനക്കം കണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും ഇതിനകത്താണ് ഇരിക്കുന്നത് സേഫായിട്ട്. അതുമല്ല നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ ബോധമില്ല, നല്ലതുപോലെ അവർ നായ കടിച്ചു. മാനേജർ ലേഡി ആണെങ്കിൽ നല്ല വേദനയിലിരിക്കുന്നു. അതേസമയം നമ്മുടെ മുടിയനാണെങ്കിൽ ഈ പ്രോജക്റ്റ് സൈലൻസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള എല്ലാവരോടും പറയുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഹീറോ വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല ദേഷ്യം ഉണ്ടാവുമല്ലോ ഈ ഒരു കാര്യം മറച്ചു വെച്ചതുകൊണ്ട്. പക്ഷേ ഹീറോ ആണെങ്കിൽ അവരോട് നല്ലതുപോലെ സംസാരിച്ച് ഒരു വിധത്തിൽ വീണ്ടും അവരെ സമാധാനപ്പെടുത്താണ്. അതേസമയം ഇവിടെ നമ്മുടെ സാറ ആ ഒരു ബസ്സിൽ നമ്മുടെ ഹീറോയെ അവളുടെ അച്ഛനെ നോക്കി ഇരിക്കുകയാണ്. അപ്പോഴാണ് അവർ ഡോക്ടർ മറ്റൊരു കാര്യം ഈ ഒരു നായ്ക്കളെ പറ്റി പറയുന്നത്. ഇതാണ് ഹൈലൈറ്റ് ഉള്ളൊരു കാര്യം. എന്താ മോളെ അച്ഛനെ കാത്തിരിക്കുകയാണോ? ഒരു കാര്യമില്ല അങ്ങനെ ഇരുന്നിട്ട്. കാരണം എന്താണെന്നറിയോ, ഈ വെളിയെ ചുറ്റി നടക്കുന്ന നായ്ക്കളിലെ ഈ നയൻ എന്ന് പറഞ്ഞിട്ടൊരു നായില്ലേ അതിനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയത്. അതിൻ്റെ സെല്ലെടുത്തിട്ടാണ് ബാക്കി നായ്ക്കളെല്ലാം ഞങ്ങളൊരു ക്ലോൺ പോലെ നിർമ്മിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എല്ലാ നായ്ക്കളെയും സംബന്ധിച്ച് ഈ നയൻ എന്ന് പറയുന്ന ആ ഒരു നായ അതിൻ്റെ അമ്മയെ പോലെയാണ്. അങ്ങനെയുള്ള അമ്മയായിട്ടുള്ള ആ ഒരു നായയുടെ മുന്നിൽ വെച്ചിട്ട് ഓരോ നായ്ക്കളെയും വെച്ച് ഞങ്ങൾ പരീക്ഷിക്കുമ്പോൾ അത് ഫെയിലായി കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അതിനെല്ലാം കൊല്ലുമായിരുന്നു. ഇത് കണ്ട ഈ നയൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മ നായ്ക്ക് എങ്ങനെയുണ്ടാവും തൻ്റെ സ്വന്തം മക്കളെ മുന്നിൽ വെച്ച് കൊല്ലുമ്പോൾ അത് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ആരെയും കടിക്കുകയല്ല, അതിനെ അത്രയും ടോർച്ചർ ചെയ്ത മനുഷ്യരായിട്ടുള്ള നമ്മളോട് ആ ഒരു റിവഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും അത് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നതും ആഹാ മോനെ പെട്ടുപോയി. അപ്പോൾ ഒരു റിവഞ്ചിന് വേണ്ടിയിട്ട് മനുഷ്യരെ കൊല്ലാൻ നിൽക്കുന്ന ആ ഒരു നായാണെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ അവൻ്റെ ഹെഡിനോട് വിളിച്ചു പറയാണ് ശരി ഞങ്ങളെല്ലാവരും വെളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിന്റെ ഒരു വശത്തായിട്ട് സ്നൈപ്പർമാരെ നിർത്ത്, അവർക്കാണെങ്കിൽ ഈ നായനെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും, അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് കഴിയും. ആ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോ കയ്യിൽ ഒരു ഫ്ലെയർ ലൈറ്റും കത്തിച്ച് അങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ഹെഡ് ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സോറി അത് മാത്രം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ബ്രിഡ്ജിന്റെ 2 സൈഡിലായിട്ടും ഇപ്പോൾ ഓരോ ചാനലുകളും വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ സ്നൈപ്പർമാരെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പ്രോജക്റ്റ് സൈലൻസിനെ പറ്റിയുള്ള കാര്യം അവരെങ്ങനെയെങ്കിലും അറിയും. അപ്പോൾ ഹീറോ പറയും അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും. പ്രോജക്റ്റ് സൈലൻസിനെ പറ്റിയുള്ള കാര്യം എൻ്റെ കൂടെയുള്ള എല്ലാവരും അറിഞ്ഞു,
എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഹെഡ് പറയും ഓക്കെ ശരി, നിനക്ക് ആ ഒരു ബ്രിഡ്ജിന്റെ ഒരു വശത്തോടെ നടന്ന് എന്തായാലും വരാൻ കഴിയത്തില്ല, അവിടെ പോയിസൺ ആയിട്ടുള്ള ആ ഒരു ഗ്യാസ് ഉണ്ട്. മറ്റൊരു വശത്തോടെ പതിയെ എല്ലാവരെയും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് അവിടേക്ക് ആളെ അയക്കാം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീറോ ഇപ്പോൾ അവരെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു ബസ്സിനടുത്തേക്ക് വരുന്നു. ബസ്സിനടുത്തേക്ക് വന്നിട്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു, ഒരു കുഴപ്പമില്ല. പക്ഷെ അതേസമയം അതിനകത്തുള്ള ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ഒരു വിധത്തിൽ ആ ഡോർ തുറക്കത്തില്ല. ഷെടാ ഇയാളേക്ക് എന്ത് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും ഹീറോയുടെ മകള് സാറയാണെങ്കിലോ ആ ഒരു ഡോക്ടറുമായിട്ട് അതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു ഈ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ഇവരുടെ ചുറ്റിനാണെങ്കിലോ ആ ഒരു നായ്ക്കള് കറങ്ങി കറങ്ങി നടക്കാണ്. അതുമല്ല ഇപ്പോൾ എല്ലാ നായ്ക്കളും കൂടി ഇവരുടെ അടുത്തേക്ക് ഒന്ന് ഓരോരുത്തരായിട്ട് കടിക്കാൻ തുടങ്ങുന്നതും അവരുടെ കയ്യിൽ ഈ ഒരു തീപ്പന്തമെല്ലാം ഉള്ളത് കൊണ്ട് ഒരു വിധത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നായ്ക്കളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ഹീറോ പെട്ടെന്ന് എന്താ പറയുന്നത് വെച്ചാൽ കണ്ണടയ്ക്കെന്നും പറഞ്ഞ് ആ ഒരു റെസ്ക്യൂ ടീമിന്റെ കയ്യിൽ നിന്ന് എടുത്ത ഫ്ലെയർ കണ്ണുണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും ആ ഒരു പ്രകാശത്തിലെ നായ്ക്കൾക്ക് പെട്ടെന്ന് കണ്ണു കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ ഉള്ളിലുള്ള ഡോക്ടറിനും കണ്ണു കാണാൻ കഴിയുന്നില്ല. ആ ഗ്യാപ്പിൽ ഈ ബസ്സിനകത്തുള്ള നമ്മുടെ സാറ ആ ഡോർ തുറക്കുന്നതും എല്ലാവരും ഇപ്പോൾ ഓടി ബസ്സിനകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറിയത് നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെ നമ്മുടെ മുടിയനുണ്ടല്ലോ, അങ്ങനെ കൈ മടക്കി ഡോക്ടറിനിട്ട് ഒരു രണ്ടിടി വേണം. അവന് ഇത്രയും നടക്കുമ്പോഴത്തേക്കും അവൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൊടുക്കണ്ടേ. ഓക്കെ, ഇനി എന്തായാലും ഇവർക്ക് നടന്നു പോകാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് ബസ്സിൽ തന്നെ പോകാൻ പറ്റൂ. പക്ഷേ ബസ്സിൽ നോക്കുമ്പോഴത്തേക്കും കീ കാണാനില്ല. അപ്പോഴാണ് നമ്മുടെ മുടിയന്റെ അവസരം. വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമ്മൾ മുടിയന്റെ കയ്യിൽ കുറെ കീ ഉണ്ടായിരുന്നത് കണ്ടല്ലോ. അപ്പോൾ ആ ഒരു കീ ആണെങ്കിൽ ഏത് കാറിനാണെങ്കിലും യൂസ് ചെയ്യാം, ഏത് ബസ്സിനാണെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെയുള്ള കീയാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബസ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീറോ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പറയുന്നതും നമ്മുടെ മുടിയൻ വന്നിട്ട് ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഭാഗ്യം ബസ് എന്തായാലും സ്റ്റാർട്ടായി. അങ്ങനെ ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർ ഒരു വിധത്തിൽ നമ്മുടെ ഹെഡ് പറഞ്ഞ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ബ്രിഡ്ജിന്റെ മറ്റൊരു സൈഡ് അവിടേക്ക് വന്ന് നിൽക്കാണ്. പക്ഷേ ഹെഡ് പറഞ്ഞതുപോലെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ആരുമില്ല. ഇവർക്ക് ഇറങ്ങി നോക്കാനും കഴിയത്തില്ല, കാരണം വെളിയിൽ നായ്ക്കൾ ചുറ്റി നടക്കാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ആലോചിച്ചിട്ട് ഈ ഒരു നായ്ക്കൾ ഇങ്ങനെ ആവാൻ കാരണം തന്നെ ഈ ഒരു ഡോക്ടറാണല്ലോ. ഇവനെ പിടിച്ച് അതിന്റെ മുന്നിലേക്ക് ഇട്ട് അതിന്റെ ശ്രദ്ധ തിരിച്ച് രക്ഷപ്പെട്ടാലോ എന്ന് ആലോചിച്ച് ഹീറോ ചെന്ന് ആ ഡോക്ടറിന്റെ കോളർ പിടിക്കുമ്പോഴത്തേക്കും സാറ് പറയുന്നുണ്ട് ഇല്ല ചാ വിട്, അങ്ങേരെ വിട്, ഒരു കാര്യമില്ല, അത് സാധാരണ നായ്ക്കളാണ്, നമ്മൾ മനുഷ്യരും, അതിനെ പറ്റിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്നാണോ എന്നിങ്ങനെ പറയുന്നതും ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ലഗേജ് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ബസ്സിനകത്താണെങ്കിൽ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ ഇവരൊരു മ്യൂസിക്കും പ്ലേ ചെയ്തിങ്ങനെ വിടുന്നു. അതേസമയം ഈ ശബ്ദം കേട്ടിട്ട് നായ്ക്കളെല്ലാം കൂടി നേരെ ഒരു ബസ്സിനകത്തേക്ക് കയറാണ്. ബസ്സിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്തൊരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി താഴെ ഇരിക്കുന്ന ഇവരെല്ലാവരും നായ്ക്കളെല്ലാം ബസ്സിനകത്ത് കയറി കാര്യം കാണുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഹീറോ അങ്ങനെ ഒരു നൂലിൽ പിടിച്ച് വലിക്കുന്നതും ബസ്സിന്റെ ഡോറ് അങ്ങനെ ലോക്കായി. അതുകൊണ്ട് ആ ഒരു നായ്ക്കളെല്ലാം ബസ്സിനകത്ത് കുടുങ്ങുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഇവര് ആ ലഗേജ് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ഡോർ തുറന്നിട്ട് ഓരോരുത്തരായിട്ട് വെളിയിൽ ഇറങ്ങാണ്. അതുപോലെ ആ ഒരു മുത്തശ്ശിയാണെങ്കിൽ നായ ഒരുപാട് കടിച്ചത് കൊണ്ട് തന്നെ മുത്തശ്ശി അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അതുപോലെ തന്റെ ഭാര്യ വിട്ടിട്ട് വെളിയിലേക്ക് വരാനായിട്ട് ആ ഒരു മുത്തശ്ശ കൊണ്ട് എന്തായാലും കഴിയത്തില്ല. അങ്ങനെ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു നായാണെങ്കിൽ ഇവരിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഹീറോയോട് പറയും നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല, ഞാൻ അതിനെ തടയാന്ന് പറഞ്ഞിട്ട് അതിനകത്തിരുന്ന ആ ഒരു ഡോർ അടയ്ക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്തായാലും അതിനകത്ത് വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും ത്യാഗമെല്ലാം ചെയ്തിട്ട് ഇവരെല്ലാവരും രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം അവർ ഹെഡ് പറഞ്ഞതുപോലെ ഇവിടെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാരണം ഇവർ നടന്നു പോകുന്ന ആ ഒരു ഭാഗമാണെങ്കിൽ ഇടിഞ്ഞ് തകർന്നിങ്ങനെ കിടക്കാണ്. അപ്പോൾ വാക്കി ടോക്കി വഴി ഹെഡിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതും കിട്ടുന്നില്ല. അപ്പോഴേക്കും ഹീറോ പറയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡോക്ടർ നേരെ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഒരാളോട് സംസാരിക്കുന്നല്ലോ, അതാരാന്ന് പറഞ്ഞിട്ട് ഹെഡിന്റെ പേര് മനസ്സിലാക്കുന്നതും അവിടെയാണ് നമ്മുടെ ഡോക്ടർ അടുത്തൊരു ടെസ്റ്റ് കൊടുക്കുന്നത്. നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് എന്റെ പൊന്നു ഹീറോ, നിനക്ക് വല്ല ബോധമുണ്ടോ? നീ ആരോടാണ് ഈ ഹെൽപ്പ് ചോദിക്കുന്നതെന്നറിയോ? ഈ പ്രോജക്റ്റ് ഇത് തുടങ്ങാനായിട്ട് കാരണക്കാരനായ ആ ഒരാളോട് ആ ഒരു ഹെഡ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ സൈൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഒരു പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് അവൻ നിൽക്കാനും പോകുന്നു. അതുമല്ല ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും പ്രോജക്റ്റ് സൈലൻസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് അവൻ എന്തായാലും നമ്മൾ രക്ഷപ്പെടുത്തുമെന്നാണോ? ഒരിക്കലുമില്ല. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും ആ ഒരു പ്രസിഡന്റ് ആവാൻ കഴിയത്തില്ല, അവന്റെ പ്ലാൻ എല്ലാം പൊളിയും. അതുകൊണ്ട് അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നതും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നതും ഹീറോ വീണ്ടും ഹെഡിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവൻ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോൾ പറയും എൻ്റെ പൊന്നു മോനെ, നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം അതോടെ കഴിഞ്ഞു, അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു പോയിസൺ ഗ്യാസ് ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലെ തന്നെ വെളിയിലേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടിയനെ വിളിച്ചിട്ട് ഹേയ് മുടിയ,
നിന്റെ കയ്യിലുള്ള ആ ഒരു കീ അല്ലെങ്കിൽ താ, നിന്റെ ട്രക്കിൽ തന്നെ നമുക്ക് രക്ഷപ്പെട്ട് പോകാന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ മുടിയൻ ആ ഒരു വടുവൻ മറ്റൊരു കാര്യം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു കീ ഒരിക്കലും അവ എടുത്തില്ലായിരുന്നു. നായ്ക്കളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ കീ എടുത്ത് ബസ്സിനകത്ത് വെച്ചിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്രയും ദൂരം നടന്ന് ഇവർക്ക് എന്തായാലും രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു പ്ലാനിങ്ങിൽ ഇടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഡോക്ടറിന്റെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയാ അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് ആ ഒരു നായ്ക്കളെ എന്തായാലും കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ ഒരു അമ്മ നായനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ നായ്ക്കളെയും എന്തായാലും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് നേരത്തെ ആ ഒരു ശബ്ദം ഉണ്ടാക്കി നായ്ക്കളെല്ലാം കൺട്രോൾ ചെയ്തൊരിടത്തേക്ക് കൊണ്ടുവരുമല്ലോ. ആ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഹീറോ ചെയ്യാൻ പോവാണ്. ഓരോരുത്തരും ഓരോ പൊസിഷനിൽ നിൽക്കാൻ പോവാണ്. നമ്മുടെ മുടിയനാണെങ്കിൽ ആ ഒരു ബസ്സിനടിയിൽ കിടക്കുന്നു. നായ്ക്കൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അതിന്റെ കീ എടുക്കാൻ വേണ്ടി. മറ്റൊരു വശത്ത് ഗോൾഫ് പ്ലെയർ ഉണ്ടല്ലോ, ലൂസി എന്ന് പറഞ്ഞിട്ട്, അവളാണെങ്കിൽ ആ ഒരു ബാറ്റും വെച്ച് ബസ്സിന്റെ കണ്ണാടി തകർക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ കയ്യിൽ വോയിസ് റെക്കോർഡിംഗ് വാച്ചും കെട്ടിയിട്ട് തന്റെ ഭാര്യ എഴുതിയ ആ ഒരു ബുക്കും എടുത്ത് ആ ഒരു ട്രക്കിലെ അതിനകത്തേക്ക് പോയി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ മുടിയന്റെ ട്രക്കിൽ കയറിയിട്ട് ആ നായ്ക്കളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ഈ വോയിസ് ഉള്ള ആളെയാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ആ ഒരു നായ്ക്കളെ കൺട്രോൾ ചെയ്ത് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ തന്റെ ഭാര്യ എഴുതിയ ആ ഒരു ബുക്കിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വായിച്ച് ആ ഒരു റെക്കോർഡർ വഴി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് ബസ്സിനകത്തുള്ള എല്ലാ നായ്ക്കളും ചാടി എഴുന്നേൽക്കാണ്. അതേസമയം വെളിയിലുള്ള നമ്മുടെ ലൂസി ആണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ ഒരു ബാളും വെച്ചിട്ട് അത് അങ്ങനെ ആ ഒരു ബസ്സിന്റെ കണ്ണാടിയിലേക്ക് അടിച്ചു കൊടുക്കുന്നതും ആ ഒരു കണ്ണാടി പൊട്ടി ഈ ഒരു നായ്ക്കളെല്ലാം ഇപ്പോൾ ആ ഒരു ട്രക്ക് നോക്കി നല്ല സ്പീഡിന് ഇങ്ങനെ പോകുന്നു. അതേസമയം ബസ്സിനടിയിൽ കിടന്ന നമ്മുടെ മുടിയനാണെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് കീ എടുക്കാന്ന് പറഞ്ഞ് ബസ്സിനകത്തേക്ക് കയറായിട്ട് വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഈ നയൻ എന്ന് പറഞ്ഞ ആ ഒരു നായ ഉണ്ടല്ലോ, അതിനെ എന്തായാലും ആ ഒരു ഡോക്ടറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. അതിപ്പോ നമ്മുടെ മുടിയനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതും ഇത് കണ്ട് നമ്മുടെ മുടിയനാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു കീ എടുത്തിട്ട് അവന്റെ ട്രക്കിനടുത്തേക്ക് നല്ല വേഗതയിൽ ഓടുകയാണ്. അവന്റെ പുറകെ തന്നെ ഈ നയൻ എന്ന് പറഞ്ഞ ആ ഒരു നായയുണ്ട്. അങ്ങനെ ഓടുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അത് പതിയെ കുലുങ്ങി ഒരു സൈഡ് കൊണ്ട് അത് പൊളിയാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആ ട്രക്കിലിരിക്കുന്നു. ട്രക്ക് ഉൾപ്പെടെ ബ്രിഡ്ജിന് താഴേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതുമല്ല, ട്രക്കിനടുത്തേക്ക് ചെന്ന എല്ലാ നായ്ക്കളും ഇപ്പോൾ ആ ബ്രിഡ്ജ് ചരിഞ്ഞത് കൊണ്ട് തന്നെ ആ നായ്ക്കളെല്ലാം നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ തന്റെ കുട്ടികളെല്ലാം കൺമുന്നിൽ വെച്ചിട്ട് താഴേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു അമ്മ നായ എന്തായാലും നോക്കി നിൽക്കൂ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നായ്ക്കളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് ഇവരോട് പറയുന്നത്, പ്ലീസ് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കരുത്, എല്ലാവരും അവിടെ നിന്ന് പോകുന്നിങ്ങനെ പറയുന്നതും ആ ഒരു നായ തന്റെ കുട്ടികളെ രക്ഷിക്കാണ്ട് വരുമ്പോൾ ഇവിടെ ഒരു കുട്ടി അവളുടെ അച്ഛനെ രക്ഷിക്കാണ്ട് വരാണ്. വേറെ ആരുമില്ല, നമ്മുടെ സാറയാണല്ലോ. അവളിപ്പോ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയന്റെ ട്രക്കിലുള്ള ആ ഒരു കൊളുത്തുണ്ടല്ലോ അതും എടുത്ത് ഹീറോ ഇരിക്കുന്ന ആ ഒരു ട്രക്കിലേക്ക് ഇടാനായിട്ട് ഓടി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ആ ഒരു ട്രക്കിലേക്ക് എടുത്ത് ഇടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവർ ഇവിടെ നിന്ന് സിഗ്നൽ കൊടുക്കുന്നത് നമ്മുടെ മുടിയനാണല്ലോ. പുള്ളിക്കാരൻ അവന്റെ ട്രക്കിലെ ആ ഒരു ആക്സിലേറ്റർ കൊടുക്കുന്നതും ഹീറോയുടെ ട്രക്ക് ഇപ്പോൾ മുകളിലേക്ക് കയറിയും വരുന്നു. അതേസമയം ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഈ നയൻ ഡോഗ് ഉണ്ടല്ലോ അത് ശ്രമിക്കുന്ന സമയത്ത് ബ്രിഡ്ജ് പൂർണ്ണമായിട്ട് തകർന്ന് ആ ഒരു ഈ നയൻ എന്ന് പറഞ്ഞ നായയും അതിന്റെ കുട്ടി നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. അതേസമയം ഇവിടെ നമ്മുടെ മുടിയനാണെങ്കിൽ ഹീറോ ഉള്ള ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ അത് വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഹീറോ, സാറ, ലൂസി, ഡോക്ടർ, പിന്നെ ആ ഒരു മുടിയൻ ഇവർ ഇത്രയും പേര് ആ ഒരു ട്രക്ക് ഓടിച്ചിട്ട് അവസാനം ആ പോയിസൺ ഗ്യാസ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും മുഖം നല്ലതുപോലെ മൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുടിയൻ നല്ല വേഗതയിൽ ട്രക്ക് ഓടിച്ച് ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടല്ലോ അവരുള്ള ആ ഒരു ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും സേഫായി. അതേസമയം നമ്മുടെ ഹെഡ് ഉണ്ടല്ലോ ആശാൻ ഓടി വരികയാണ് ഇവരുടെ മുന്നിലേക്ക്. ഇവർ സത്യങ്ങൾ പറയുന്നതിന് മുന്നേ അവരെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഹീറോ അങ്ങനെ ചാടി ഇറങ്ങി വന്നിട്ട് ഹെഡിനെ കാണുന്നതും ഒരു ഒറ്റയിടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെഡ് ആരാണ്, എന്താണ് പ്രോജക്റ്റ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും മീഡിയസിനോട് പറയുന്നതും നമ്മുടെ ഹെഡിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു നാണക്കേട് താങ്ങാൻ കഴിയാതെ നമ്മുടെ ഹെഡ് ആണെങ്കിലും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതോടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു ബ്രിഡ്ജ് തകർന്ന് താഴേക്ക് വീണ ഈ നയൻ എന്ന് പറഞ്ഞ ഒരു നായും അതിന്റെ കുട്ടിയുണ്ടല്ലോ അത് രണ്ടും ഇപ്പോൾ കരയിലേക്ക് കയറി. സത്യത്തിൽ അത് മരിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഈ നയൻ എന്ന് പറഞ്ഞ നായ അങ്ങനെ ഈ തകർന്ന പാലത്തിലേക്ക് നോക്കി അതിന്റെ ആ ഒരു പ്രതികാരം ഇപ്പോഴും തീർന്നിട്ടില്ല. ദേഷ്യത്തോടെ അങ്ങനെയും നോക്കി നിൽക്കുന്നതും ഈ ഒരു മൂവിക്ക് രണ്ടാം പാർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും നമുക്കത് ചെയ്യാം. അതുവരയ്ക്കും ബൈ.